ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന സെക്ഷനാണ്. ആദ്യം നമുക്ക് മഹാത്മാഗാന്ധിയെക്കുറിച്ച് നോക്കാം. 1869 ഒക്ടോബർ 2 മഹാത്മാഗാന്ധി ജനിച്ചത്. ഒക്ടോബർ 2 അന്തർദേശീയ അഹിംസാ ദിനം. മഹാത്മാഗാന്ധിയുടെ ജന്മസ്ഥലം ഗുജറാത്തിലെ പോർബന്ദർ. ഗാന്ധിജി ജനിച്ച വീട് അറിയപ്പെടുന്ന പേര് കീർത്തി മന്ദിർ. മഹാത്മാഗാന്ധിയുടെ പിതാവ് കരംചന്ദ് ഗാന്ധി. മഹാത്മാഗാന്ധിയുടെ മാതാവ് പുത്ലിഭായ്. ഗാന്ധിജിയെ കുട്ടിക്കാലത്ത് വിളിച്ചിരുന്ന പേര് മോനിയ. മഹാത്മാഗാന്ധിയുടെ പത്നി കസ്തൂർബ ഗാന്ധി. ബാല്യകാലത്ത് ഗാന്ധിജിയെ സ്വാധീനിച്ച നാടകം രാജ ഹരിശ്ചന്ദ്ര. ഗാന്ധിജി നിയമം പഠിക്കാൻ ലണ്ടനിൽ പോയത് 1888. നിയമ പഠനത്തിനു ശേഷം ഗാന്ധിജി തിരിച്ചെത്തിയത് 1891. ഇന്ത്യയിൽ അഭിഭാഷകനായി ഗാന്ധിജി പ്രാക്ടീസ് ചെയ്ത സ്ഥലങ്ങൾ രാജ്കോട്ട്, ബോംബെ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയ വർഷം 1893. ആരുടെ കേസ് വാദിക്കാനാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോയത്? ദാദാ അബ്ദുള്ള എന്ന ഗുജറാത്തി വ്യാപാരിയുടെ. ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് വർണ്ണവിവേചനത്തിന്റെ പേരിൽ ഗാന്ധിജിയെ ഇറക്കിവിട്ട റെയിൽവേ സ്റ്റേഷൻ പീറ്റർ മാരിറ്റ്സ്ബർഗ്. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യൻ വംശജർ രൂപം കൊടുത്ത സംഘടനയാണ് നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ്. 1894. നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് ദാദാ അബ്ദുള്ള. ഗാന്ധിജി തന്റെ രാഷ്ട്രീയ ഗുരുവായ ഗോപാലകൃഷ്ണ ഗോഖലെയെ ആദ്യമായി കണ്ടുമുട്ടിയ വർഷം 1896. 1899 ബൂവർ യുദ്ധത്തിൽ ഇന്ത്യൻ ആംബുലൻസ് വിഭാഗം സംഘടിപ്പിച്ചത് ഗാന്ധിജി. ബൂവർ യുദ്ധത്തിൽ ഗാന്ധിജി നടത്തിയ സേവനങ്ങൾ പരിഗണിച്ച് അദ്ദേഹത്തിന് കൈസർ ഇ ഹിന്ദ് ബഹുമതി ലഭിച്ച വർഷം 1915. ഗാന്ധിജി അദ്ദേഹത്തിന്റെ വാച്ചിനെ തൂക്കുകടികാരത്തെ വിശേഷിപ്പിച്ചത് മൈ ലിറ്റിൽ ഡിക്റ്റേറ്റർ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഇന്ത്യൻ ഒപ്പീനിയൻ. 1903. ഇന്ത്യൻ ഒപ്പീനിയന്റെ ആദ്യ എഡിറ്റർ മൻസുഖലാൽ നാസർ. ഗാന്ധിജി ബ്രഹ്മചര്യം ജീവിതവ്രതമായി സ്വീകരിച്ച വർഷം 1906. ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം 1906 ദക്ഷിണാഫ്രിക്കയിൽ. ഗാന്ധിജി ജോഹന്നാസ്ബർഗിൽ സ്ഥാപിച്ച ആശ്രമം ടോൾസ്റ്റോയ് ഫാം. ഗാന്ധിജി ഡർബനിൽ സ്ഥാപിച്ച ആശ്രമം ഫീനിക്സ് സെറ്റിൽമെന്റ്. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് 1915 ജനുവരി 9. ഈ ദിവസത്തിന്റെ ഓർമ്മയ്ക്കായി ജനുവരി 9 ഭാരത സർക്കാർ പ്രവാസി ഭാരതീയ ദിനമായി ആചരിക്കുന്നു. ഇന്ത്യയിൽ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു വർഷം രാജ്യം ചുറ്റി സഞ്ചരിക്കാൻ ഗാന്ധിജി ഉപദേശിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജി സബർമതിയിൽ ആശ്രമം സ്ഥാപിച്ച വർഷം 1917. 1915 കൊച്ച്റാബ് എന്ന സ്ഥലത്ത് സ്ഥാപിച്ച ആശ്രമം സബർമതി നദിക്കരയിലുള്ള സ്ഥലത്തേക്ക് മാറ്റുകയായിരുന്നു. ഗാന്ധിജി സബർമതി ആശ്രമം സ്ഥാപിച്ചത് അഹമ്മദാബാദിൽ. 1919 ഇന്ത്യയിൽ വെച്ച് ഗാന്ധിജി ആരംഭിച്ച 2 പ്രമുഖ പത്രങ്ങളാണ് നവജീവൻ ഗുജറാത്തിയിലും യങ് ഇന്ത്യ ഇംഗ്ലീഷിലും. യങ് ഇന്ത്യയുടെ എഡിറ്ററായി പ്രവർത്തിച്ച മലയാളിയാണ് ജോർജ് ജോസഫ്. ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിന്റെ അധ്യക്ഷനായി ഗാന്ധിജി തിരഞ്ഞെടുക്കപ്പെട്ടത് 1920. ഗാന്ധിജി ഓൾ ഇന്ത്യ സ്പിന്നേഴ്സ് അസോസിയേഷൻ സ്ഥാപിച്ച വർഷം 1925. ഗാന്ധിജി അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട INC സമ്മേളനം ബൽഗാം സമ്മേളനം 1924. ഒക്ടോബർ 2 അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ പ്രഖ്യാപിച്ച വർഷം 2007. ഗാന്ധിജിയുടെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് 1969 ഒക്ടോബർ 2 നിലവിൽ വന്ന സന്നദ്ധ സേവന പ്രസ്ഥാനമാണ് നാഷണൽ സർവീസ് സ്കീം. ഗാന്ധിജിയുടെ 125ാം ജന്മവാർഷികത്തിൽ ഭാരത സർക്കാർ ആരംഭിച്ച ഗാന്ധി സമാധാന പുരസ്കാരം 1995 ആദ്യമായി ഏറ്റുവാങ്ങിയത് ജൂലിയസ് നരേര. ആദ്യ ഇന്ത്യക്കാരൻ ബാബ ആംദെ 1999. പ്രധാനപ്പെട്ട വിശേഷണങ്ങൾ നോക്കാം. അത് എൻ്റെ അമ്മയാണ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഭഗവത്ഗീതയെ. ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിൻ്റെ ആധികാരിക രേഖയായ സ്മൃതി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരത്തെ. ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരത്തെ. ഗാന്ധിജി ചർക്കാ സംഘം സ്ഥാപിച്ചത് 1925. തൻ്റെ 5ാമത്തെ പുത്രൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച വ്യക്തി ജംനലാൽ ബജാജ്. ഗാന്ധിജിയുടെ ഇംഗ്ലീഷ് പുത്രിമാർ എന്നറിയപ്പെടുന്നത് മീരാബെൻ, സരളാബെൻ.
മെഡലിൻ സ്ലേഡിന് ഗാന്ധിജി നൽകിയ പേര് മീരാബെൻ. സരളാബെന്നിൻ്റെ യഥാർത്ഥ നാമം കാതറിൻ മേരി ഹെയിൽമാൻ. ഗാന്ധിജിയുടെ ശേഷിയുള്ള 2 കരങ്ങൾ എന്നറിയപ്പെടുന്നത് അലി സഹോദരങ്ങൾ. ഗാന്ധിജി അഹമ്മദാബാദിൽ നവജീവൻ ട്രസ്റ്റ് ആരംഭിച്ച വർഷം 1929. ടൈം മാസിക ഗാന്ധിജി മാൻ ഓഫ് ദി ഇയറായി പ്രഖ്യാപിച്ച വർഷം 1930. ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശാ സമ്മേളനം 2ാം വട്ടമേശാ സമ്മേളനം. അയിത്തോച്ചാടനം ലക്ഷ്യം വെച്ച് 1932 ഗാന്ധിജി ആരംഭിച്ച സംഘടന ഹരിജൻ സേവക് സംഘ്, ഓൾ ഇന്ത്യ അൺടച്ചബിലിറ്റി ലീഗ്. ഗാന്ധിജി ഹരിജൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് 1933. ഗാന്ധിജി ഹരിജൻ പത്രം പ്രസിദ്ധീകരിച്ച ഭാഷ ഇംഗ്ലീഷ്. ഗാന്ധിജി കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച വർഷം 1934. 1936 മഹാരാഷ്ട്രയിലെ വാർധയിൽ ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമം സേവാഗ്രാം. ഗാന്ധിജി അവതരിപ്പിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി വാർധ പദ്ധതി 1937. ഉൽപാദനക്ഷമമായ ഏതെങ്കിലും തൊഴിലുമായി ബന്ധപ്പെടുത്തി വിദ്യാഭ്യാസം നൽകണമെന്ന ഉദ്ദേശത്തോടെ ഗാന്ധിജി വിഭാവനം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതി നയീൻ താലി നൂതന വിദ്യാഭ്യാസം. 8 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മാതൃഭാഷയിൽ നൽകണമെന്ന് ആഹ്വാനം ചെയ്ത വ്യക്തി ഗാന്ധിജി. ഗ്രാമസ്വരാജ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഗാന്ധിജി. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്ന് പ്രഖ്യാപിച്ചത് ഗാന്ധിജി. ഗാന്ധിയൻ സാമ്പത്തിക ദർശനങ്ങളിലെ അടിസ്ഥാന യൂണിറ്റ് ഗ്രാമം. ഗാന്ധിജി തൻ്റെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾ വിശദീകരിച്ച പുസ്തകം ഹിന്ദ് സ്വരാജ്. സമ്പദ് ശാസ്ത്ര രംഗത്തെ പുതിയ ചിന്തയായ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകിയ മഹാത്മാഗാന്ധിയുടെ ആശയം അറിയപ്പെടുന്നത് ട്രസ്റ്റിഷിപ്പ്. ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ലിയോ ടോൾസ്റ്റോയ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോഖലെ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി ജവഹർലാൽ നെഹ്റു. ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി വിനോബ ഭാവെ. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ സി രാജഗോപാലാചാരി. ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കാർഷിക ഗ്രാമീണ വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം, കുടിൽ ചെറുകിട വ്യവസായങ്ങൾക്ക് പരിഗണന, സമത്വത്തിൽ അടിയുറച്ച് സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം, സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. 1942 ക്വിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തിൽ ഗാന്ധിജിയെ തടവിൽ പാർപ്പിച്ചിരുന്ന പൂനെയിലെ ജയിലാണ് ആഗാഖാൻ കൊട്ടാരം. ഗാന്ധിജി അവസാനമായി തടവിൽ പാർപ്പിച്ചിരുന്ന ജയിൽ ആഗാഖാൻ കൊട്ടാരം. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ 249 ദിവസവും ഇന്ത്യയിൽ 2089 ദിവസവും ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. ആകെ 2338 ദിവസം. 1944 ഫെബ്രുവരി 22 കസ്തൂർബ ഗാന്ധി അന്തരിച്ചത് ആഗാഖാൻ കൊട്ടാരത്തിൽ വെച്ചാണ്. ഇന്ത്യ ഗവൺമെൻറ് മാതൃസുരക്ഷാ ദിനമായി ഏപ്രിൽ മാസം 11 ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? കസ്തൂർബ ഗാന്ധിയുടെ. ഇന്ത്യ വിഭജനത്തെ ആധ്യാത്മിക ദുരന്തമെന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി. ഗാന്ധിജിയുടെ ആത്മകഥ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ഗാന്ധിജി ആത്മകഥ എഴുതിയ ഭാഷ ഗുജറാത്തി. ഗുജറാത്തിയിൽ ആത്മകഥയുടെ പേര് സത്യാന പ്രയാഗു. ഗാന്ധിജി തൻ്റെ ആത്മകഥ എഴുതിയത് യർവാദ ജയിലിൽ വെച്ച്. ഗാന്ധിജിയുടെ ആത്മകഥയെ വിവരിക്കുന്ന കാലഘട്ടം 1869 1921. ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് മഹാദേവ് ദേശായി. ഗാന്ധിജി തൻ്റെ ആത്മകഥയെ പരാമർശിക്കുന്ന ഒരേയൊരു മലയാളി ബാരിസ്റ്റർ GP പിള്ള. ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി മലയാളത്തിൽ എഴുതിയത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ഗാന്ധിജിയുടെ ജീവചരിത്രം എഴുതിയ ഫ്രഞ്ച് നോവലിസ്റ്റാണ് റൊമെയിൻ റോളണ്ട്. ഗാന്ധിജിയുടെ മഹത് വചനങ്ങൾ. പ്രയത്നശീലർ ഒരിക്കലും അശക്തരാകുകയില്ല. ഇന്ത്യക്ക് ആവശ്യം മൂലധനമെന്ന പേരിൽ കേന്ദ്രീകരിക്കലല്ല, 1900 മൈൽ വീതിയുള്ള ഈ ഭൂഖണ്ഡത്തിലെ 7.5 ലക്ഷം ഗ്രാമങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കാവുന്ന വിധത്തിൽ വിതരണം ചെയ്യലാണ്. 1948 ജനുവരി 30 ബിർള ഹൗസിൽ വെച്ച് വൈകുന്നേരം 5:17 ഗാന്ധിജി വെടിയേറ്റു മരിച്ചു. ഗാന്ധിജിയുടെ ഘാതകൻ നാഥുറാം വിനായക് ഗോഡ്സെ. നാഥുറാമിനെ തൂക്കിലേറ്റിയ ജയിലാണ് അംബാല ജയിൽ, പഞ്ചാബ്. നാഥുറാമിനോടൊപ്പം തൂക്കിലേറ്റപ്പെട്ട വ്യക്തിയാണ് നാരായൺ ദത്താത്രേയ ആപ്തെ. ഗാന്ധിജിയെ വധിക്കാൻ ഉപയോഗിച്ച തോക്ക് ഇറ്റാലിയൻ നിർമ്മിത ബറിറ്റ പിസ്റ്റൾ. ഗാന്ധിജി അവസാനമായി ഉച്ചരിച്ച വാക്ക് ഹേ റാം. ഗാന്ധിജിയുടെ സമാധി സ്ഥലം രാജ്ഘട്ട്. ഗാന്ധി വധത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ കപൂർ കമ്മീഷൻ. രക്തമാംസാദികളിൽ ഇങ്ങനെയൊരു മനുഷ്യൻ ഭൂമുഖത്ത് ജീവിച്ചിരുന്നുവെന്ന് ഒരുപക്ഷെ വരും തലമുറകൾ വിശ്വസിച്ചെന്ന് വരില്ല എന്ന് ഗാന്ധിജിയെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ഐൻസ്റ്റീൻ. ഗാന്ധിജി സത്യാഗ്രഹികളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിച്ചത് യേശുക്രിസ്തുവിനെ
ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. നേതാജി എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസിനെയാണ്. ഗംഗയെ പോലെ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗുരുദേവ് എന്നും മഹാനായ കാവൽക്കാരനെന്നും ഗാന്ധിജി വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോറിനെ. സമുദ്രം പോലെ എന്ന് വിശേഷിപ്പിച്ചത് ബാലഗംഗാധര തിലകനെയാണ്. ക്രിസ്തുവിൻ്റെ വിശ്വസ്തനായ അപ്പോസ്തലനെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് CF ആൻഡ്രൂസിനെ. പുലയരാജ എന്ന് വിശേഷിപ്പിച്ചത് അയ്യങ്കാളിയെ. ഭാരത കോകിലം എന്ന് വിശേഷിപ്പിച്ചത് സരോജിനി നായിഡുവിനെയാണ്. അഭയസാധക് എന്ന് വിശേഷിപ്പിച്ചത് ബാബ ആംദേനെ. ഗാന്ധിജിയെ വിശേഷിപ്പിച്ചവർ ആരൊക്കെയാണെന്ന് നോക്കാം. മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. രാഷ്ട്രപിതാവെന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ്. മിക്കി മൗസ് സരോജിനി നായിഡുവാണ്. അർത്ഥനഗ്നനായ ഫക്കീർ എന്ന് വിളിച്ചത് വിൻസ്റ്റൺ ചർച്ചിലാണ്. എൻ്റെ ഒറ്റയാൾ പട്ടാളം എന്ന് വിശേഷിപ്പിച്ചത് മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. നൊബേൽ സമ്മാനത്തിന് ആദ്യമായി ഗാന്ധിജി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വർഷം 1937. ഗാന്ധിജി നൊബേൽ സമ്മാനത്തിന് ശുപാർശ ചെയ്യപ്പെട്ടത് 5 പ്രാവശ്യമാണ്. ഗാന്ധിജി നൊബേൽ സമ്മാനത്തിന് ശുപാർശ ചെയ്യപ്പെട്ട അവസാന വർഷം 1948. ഗാന്ധി വധത്തെ തുടർന്ന് സമാധാന നൊബേൽ സമ്മാനം വിതരണം ചെയ്യാതിരുന്ന വർഷം 1948. ഗാന്ധിജിയുടെ ഇഷ്ടപ്പെട്ട പ്രാർത്ഥനാഗീതമായിരുന്നു വൈഷ്ണവ ജനതോ. രചിച്ചത് ഭഗത് നരസിംഹ മേത്ത. ഗാന്ധിജിയുടെ കേരള സന്ദർശനം 1920 ഓഗസ്റ്റ് 8 ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പ്രചരണാർത്ഥം. 1925 മാർച്ച് 8 വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പരിഹാരം കാണാൻ. 1927 ഒക്ടോബർ 9 തെക്കേ ഇന്ത്യൻ പര്യടനത്തിൻ്റെ ഭാഗമായി. 1934 ജനുവരി 10 ഹരിജൻ ഫണ്ട് സമാഹരണം. 1937 ജനുവരി 12 ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പശ്ചാത്തലത്തിൽ. ഗാന്ധിജിയെക്കുറിച്ച് എഴുതിയ പ്രധാനപ്പെട്ട ബുക്കുകൾ നോക്കാം. ഗാന്ധി ആൻഡ് ഇല്ലുസ്ട്രേറ്റഡ് ബയോഗ്രഫി പ്രമോദ് കപൂർ. വെയിറ്റിംഗ് ഫോർ ദി മഹാത്മാ RK നാരായൺ. ദ മെൻ ഹൂ കിൽഡ് മഹാത്മാ ഗാന്ധി മനോഹർ മൽഗോക്കർ. ഇൻ സെർച്ച് ഓഫ് ഗാന്ധി റിച്ചാർഡ് അറ്റൻബറോ. ഗാന്ധി ആൻഡ് സ്റ്റാലിൻ ലൂയിസ് ഫിഷർ. ദ ലൈഫ് ഓഫ് മഹാത്മാ ഗാന്ധി ലൂയിസ് ഫിഷർ. എ വീക്ക് വിത്ത് ഗാന്ധി ലൂയിസ് ഫിഷർ. അറ്റ് ദ ഫീറ്റ് ഓഫ് ഗാന്ധി രാജേന്ദ്ര പ്രസാദ്. ഡേ ടു ഡേ വിത്ത് ഗാന്ധി മഹാദേവ് ദേശായ്. ഗാന്ധി ആൻഡ് അനാർക്കി C ശങ്കരൻ നായർ. ഐ ഫോളോ മഹാത്മാ KM മുൻഷി. ഗാന്ധി ഹിസ് ലൈഫ് ആൻഡ് തോട്ട് JV കൃപലാനി. ഗാന്ധി as I know him ഇന്ദുലാൽ യാഗ്നിക്. മഹാത്മാ ലൈഫ് ഓഫ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി DG ടെണ്ടുൽക്കർ. ഇൻ ദ ഷാഡോ ഓഫ് ദി മഹാത്മാ GD ബിർള. ഗാന്ധി ദ ഇയേഴ്സ് ദാറ്റ് ചേഞ്ച്ഡ് ദ വേൾഡ് രാമചന്ദ്ര ഗുഹ. മഹാത്മാ ഗാന്ധി ലാസ്റ്റ് ഫേസ് പ്യാരേലാൽ നയ്യാർ. ഗാന്ധിജിയുടെ ആദ്യ കൃതിയാണ് ഹിന്ദ് സ്വരാജ്. 1909 രചിച്ചു. ഹിന്ദ് സ്വരാജ് രചിക്കപ്പെട്ട ഭാഷ ഗുജറാത്തി. ഹിന്ദ് സ്വരാജിനെ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ ശേഷം ഗാന്ധിജി നൽകിയ പേര് ഇന്ത്യൻ ഹോം റൂൾ. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗ. ജോൺ റസ്കിൻ്റെ അൺ ടു ദി ലാസ്റ്റ് എന്ന പുസ്തകം ഗുജറാത്തി ഭാഷയിലേക്ക് തർജ്ജിമ ചെയ്ത ശേഷം ഗാന്ധിജി നൽകിയ പേര് സർവോദയ. ഗാന്ധിജിയെ സ്വാധീനിച്ച പ്രധാന പുസ്തകങ്ങൾ അൺ ടു ദി ലാസ്റ്റ് ജോൺ റസ്കിൻ. കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു ലിയോ ടോൾസ്റ്റോയ്. സിവിൽ ഡിസൊബീഡിയൻസ് ഹെൻറി ഡേവിഡ് തോറോ. ഗാന്ധിജിയുടെ മരണവാർത്തയറിഞ്ഞ് കൂടുതൽ നല്ലതാവുന്നത് നല്ലതല്ല എന്ന് അനുശോചന സന്ദേശം അയച്ച വ്യക്തി ബർണാഡ് ഷാ. ഗാന്ധിജിയുടെ എത്രാമത്തെ കേരള സന്ദർശനത്തിലാണ് ശ്രീനാരായണ ഗുരുവിനെയും റാണി സീതലക്ഷ്മി ഭായിയെയും കണ്ടത്? 2ാം കേരള സന്ദർശനത്തിൽ. ഗാന്ധിജി രചിച്ച പ്രധാന കൃതികളാണ് ഹിന്ദ് സ്വരാജ്, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ്, എത്തിക്കൽ റിലീജിയൻ, സത്യാഗ്രഹ ഇൻ സൗത്ത് ആഫ്രിക്ക, ഡിസ്കോഴ്സസ് ഓൺ ദി ഗീത. ഒരു അഴുക്കച്ചാൽ പരിശോധകയുടെ റിപ്പോർട്ട് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച പുസ്തകം കാതറിൻ മേയോടെ മദർ ഇന്ത്യ. ഗാന്ധിജിയും മകനും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി വിശദമായി പ്രതിപാദിക്കുന്ന ജീവചരിത്രം ഗാന്ധിസ് പ്രിസണർ. എഴുതിയത് ഉമാ ദുഫേലിയ മിസ്ട്രി. മഹാത്മാഗാന്ധിയെ ഏറ്റവും സ്വാധീനിച്ച എഴുത്തുകാരനാണ് ലിയോ ടോൾസ്റ്റോയ്. ഗാന്ധിജിയുടെ 4ാം കേരള സന്ദർശന സമയത്ത് വടകരയിൽ വെച്ച് ഹരിജനങ്ങളുടെ ഉയർച്ചയ്ക്കായി തൻ്റെ സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ ഊരി നൽകിയത് കൗമുദി ടീച്ചർ. ഒരു തീർത്ഥാടനമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് 5ാം കേരള സന്ദർശനം.